മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാല തൊടുപുഴ റൂട്ടിൽ പ്രവിധാനത്തിന് സമീപത്തായിട്ട് നല്ല ശാന്തമായ നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് നല്ലൊരു കിടുക്കൻ വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. 14 സെന്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റും വരുന്ന നല്ലൊരു വീട്. ചോദിക്കുന്ന വില 1,40,00,000 രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചൽ ഹോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. പതിനാല് സെന്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സൂപ്പറായിട്ട് പണി കഴിപ്പിച്ചപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടും കൂടെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുറ്റമെല്ലാം സ്റ്റോൺ ഇട്ട്, ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് കിടുക്കനാക്കി എടുത്തിരിക്കുന്നു. കാർ പോർച്ച് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാർ പോർച്ച് കാണാം. കാർ പോർച്ച് ഫ്രണ്ടിലേക്കൊന്ന് ഇറക്കി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. ഇതാണ് ഒരു 8-10 വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റമുണ്ട്. കിണർ നമുക്ക് കാണാം. എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഊഞ്ഞാലൊക്കെ ഇടണമെങ്കിൽ ഇടാൻ പറ്റുന്നതാണ്. ചെറിയ രീതിയിലൊക്കെ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പബിൾസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് കിണർ വെള്ളം. ഗ്യാസ് പുറത്ത് വയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുക. മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തെ ഡോറ് ഇവിടെയാണ് വന്നിരിക്കുക. ഇതാണ് സ്റ്റെയർ കേസ് മുകളിലോട്ട് ചെയ്തിരിക്കുന്നത്. അലക്കുകല്ല് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലായിൽ നിന്ന് തൊടുപുഴ പോകുന്ന വഴിക്ക് പ്രവിധാനം പള്ളിക്ക് സമീപത്തായിട്ടാണ്. നമുക്ക് മുകളിലോട്ടൊന്ന് കയറാം. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്. വാട്ടർ ടാങ്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആക്കി നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ വീടിൻ്റെ ഓടയിലിട്ട് പതിക്കുന്ന ചൂട് പുറത്തേക്ക് എയർ സർക്കുലേഷൻ കിട്ടാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുക. വാട്ടർ ടാങ്ക് വയ്ക്കുവാനായിട്ട് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ വാഷ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ കയറുവാനായിട്ട് ഗോവണി ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തൊക്കെ വീടുകളുള്ള ഒരു മേഖലയാണ്. വൈറ്റ് വാട്ടർ ടാങ്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്ലംബിംഗ് സിസ്റ്റം തന്നെ നമുക്ക് കാണാം. വെള്ളം എടുക്കാവുന്ന രീതിയിൽ എല്ലാം താഴെ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുക. സെറാമിക് ഓടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പായല പിടിക്കും എന്ന് പേടിക്കേണ്ട കാര്യം. ചുറ്റിലുമുള്ള ബാക്ക് സൈഡിലൊക്കെ ഉള്ള ജനൽപ്പാളികളെല്ലാം തേക്കാണ്. തേക്ക് കൊണ്ടാണ് ഈ വീടിൻ്റെ മുഴുവൻ വർക്കുകളും ചെയ്തിരിക്കുന്നത്. കട്ടളെല്ലാം ആഞ്ഞിലി, പാളികളെല്ലാം തേക്ക്. വീണ്ടും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട സ്റ്റോൺ ഇട്ടിരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. ഇവിടെയാണ് സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ കാർ പോർച്ചിനുള്ളിൽ കയറി. വലിയ ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള വലിയ വാഹനങ്ങൾ 2 എണ്ണം പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വലിപ്പമുള്ള കാർ പോർച്ചാണ് ഇവിടെ ചെയ്തിരിക്കുക. നമുക്ക് വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് വന്നു. കാർ പോർച്ചിൽ നിന്ന് നേരെ കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട്. ഇതാണ് ഫ്രണ്ട് ജനൽപ്പാളികൾ. ഡബിൾ പാളിയാണ് ഡോറ് വന്നിരിക്കുന്നത്. തേക്കിൻ്റെ ഒരു മഹാപ്രളയം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തേക്കിൻ തടി കൊണ്ടുള്ള ഒരു കബോർഡ് വർക്കുകൾ, അതുപോലെ തന്നെ ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ എല്ലാം തേക്ക് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന അതിമനോഹരവും അതിനൂതനവുമായ രീതിയിൽ പണികഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറിയത്. ഇത് സ്വീകരണ മുറിയാണ്. ലൈറ്റ്, ഫാന്, ഫാൻസി ലൈറ്റുകൾ സഹിതം, കർട്ടൻ സഹിതം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വർക്കാണിത്. ഇത് പ്രയർ ഏരിയയാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ കാണാവുന്ന രീതിയിലുള്ള ഒരു പ്രയർ യൂണിറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുക.
അപ്പോൾ വീട്ടിലൊരു കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനകളൊക്കെ നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും നിൽക്കാവുന്ന രീതിയിൽ, എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്ന രീതിയിലാണ് പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുക. ഇത് നമ്മൾ വന്നേക്കുന്നത് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിന്റെ വലിപ്പം അസാമാന്യ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് തേക്ക് കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂമിന്റെ ഏകദേശ വലിപ്പം. 6x3 ടൈലാണ് ഇട്ടിരിക്കുന്നത്. റേറ്റ് കൂടിയതിനും നല്ല മോഡൽ ടൈലുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക. ഇതാണ് നമ്മുടെ കബോർഡുകൾ. തേക്കിന്റെ തടി കൊണ്ടുള്ള കബോർഡാണ് ചെയ്തിരിക്കുക. കബോർഡ് ജസ്റ്റ് ഒരെണ്ണം നമുക്ക് തുറന്നു കാണാം. അകത്ത് കൊടുത്തിരിക്കുന്ന ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുക. അതുകൊണ്ട് തുണികളൊക്കെ വെക്കുവാനൊക്കെ ആയിട്ട് നല്ല സൗകര്യമുണ്ട്. സാരി അല്ലെങ്കിൽ ഷർട്ടൊക്കെ ഹാങ് ചെയ്തിടാനായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടോയ്ലറ്റ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ആദ്യത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ജാഗ്വാറിന്റെ ആണ് ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിരിക്കുക. ഇൻബിൽഡ് ആയിട്ടുള്ള ക്ലോസറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുക. ജാഗ്വാറിന്റെ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ക്ലോസറ്റ് ആണ് ചെയ്തിരിക്കുക. ഇവിടെ ഡ്രൈ ഏരിയ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഷവറൊക്കെ ഇതാണ്. നമുക്ക് ഇവിടെ തുറന്ന് ഒന്നകത്തേക്ക് കയറാം. ഇതാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു കിടക്കാച്ചി ടോയ്ലറ്റ് ഇവിടെ വന്നിരിക്കുന്നു. നിന്ന് എത്ര വണ്ണമുള്ളവർക്കും നിന്ന് കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുള്ള നല്ലൊരു ടോയ്ലറ്റ് ആണ്. ഇവിടെ മിറർ ലാമ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൽ നിന്ന് അടുത്ത ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയാലോ. തേക്ക് കൊണ്ട് തന്നെയാണ് ബെഡ്റൂമിനകത്തെ ഡോറുകളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുക. ബെഡ്റൂമിന്റെ വലിപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഫാന്, ലൈറ്റ്, സ്പോട്ട് ലൈറ്റുകൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ്. നല്ലൊരു ക്ലൈമറ്റ് ഉള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട് ഇരിക്കുന്നത്. RC പള്ളിയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 200 മീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ്. ഇതും പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. എല്ലാം ജാഗ്വാറിന്റെ ഫിറ്റിങ്സുകളാണ് ഇതെല്ലാം ചെയ്തിരിക്കുക. ഈ വീടിന് ചോദിക്കുന്ന വില 1,40,00,000 രൂപ മാത്രം. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നിങ്ങൾക്ക് വീട് വന്ന് കാണാം. കണ്ട് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ 14 സെന്റ് സ്ഥലം, 14 സെന്റിനായിട്ട് ലിങ്ക്സ് കുറവുണ്ട് എന്നാണ് പറഞ്ഞത്, എങ്കിലും 14 സെന്റ് എന്ന് പറയാം. 14 സെന്റ് സ്ഥലവും ഈ വീടും കൂടിയാണ് 1,40,00,000 രൂപ ചോദിക്കുന്നു. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ്. കടകളൊക്കെ 100 മീറ്റർ അടുത്ത് കടകള്, പള്ളി, സ്കൂള് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ഇവിടെയാണ്. ഇതൊരു ഡൈനിങ് ആൻഡ് ഫാമിലി ലിവിങ് ഏരിയ എന്ന് പറയാവുന്ന രീതിയിൽ ഇവിടെ ഡൈനിങ് സ്പേസ് ആയിട്ടും ഈ ഏരിയ ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടും ചെയ്യാം. ഒരു സോഫ സെറ്റൊക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഇവിടെ ഒരു TV യൂണിറ്റിൽ TV ഒക്കെ കണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ടേബിളും എല്ലാം ഇട്ട് അതുപോലെ സെറ്റായി എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുക. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുക. നമ്മളിപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം ഡ്രസ്സിംഗ് ഏരിയ. അവിടെ നമ്മൾ മറ്റേ ബെഡ്റൂമുകളിൽ കണ്ട പോലെ തന്നെ ഉള്ള ഒരു കബോർഡ് വർക്കുകൾ. വീണ്ടും നമ്മൾ ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിരിക്കുക. പാലായിലേക്ക് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമാണ്. എല്ലാ കടകളും സൂപ്പർ മാർക്കറ്റുകളും എല്ലാം ഈ ടൗണിൽ തന്നെ അവൈലബിൾ ആണ്. ബാങ്കുകളാവട്ടെ, സൂപ്പർ മാർക്കറ്റുകളാവട്ടെ, ഹോട്ടലുകളാവട്ടെ, ബേക്കറികളാവട്ടെ, ഇരുമ്പ് കടകള്, പ്ലംബിംഗ് വയറിംഗ് കടകള്, എല്ലാ സംവിധാനങ്ങളും, ഇറച്ചി, മീന്, കോൾഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ വെജിറ്റബിൾ മാർക്കറ്റ് എല്ലാം ഈ ടൗണിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു സിറ്റിയിലാണ്. സിറ്റിയോട് സമീപത്താണ് ഈ വീട്. 3 ഫേസ് ആണ് വയറിംഗ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീട് തന്നെയാണ്. ഓരോ വർക്കിലും അതിൻ്റെതായ സൂക്ഷ്മതകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ നാലാമത്തെ ബെഡ്റൂമാണ്. നാലാമത്തെ ബെഡ്റൂമിന്റെ ഡ്രസ്സിംഗ് ഏരിയ. ഡ്രസ്സിംഗ് ഏരിയയിൽ എല്ലാ ഡ്രസ്സിംഗ് ഏരിയയിലും മിറർ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കയറി നിൽക്കുന്നു. അപ്പോൾ മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പം മിറർ ലാമ്പ് എല്ലാം ടോയ്ലറ്റിലും ചെയ്തിട്ടുണ്ട്.
എല്ലാം ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റ് ഫിറ്റിങ്സുകൾ. നമുക്ക് ഈ ക്ലോസറ്റിന്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ലോൺ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നല്ല ഒരു കിടക്കാച്ചി വീടിന്റെ ബെഡ്റൂമുകളുടെയും ഹാളിന്റെയും ഡൈനിങ്ങിന്റെയും ഫാമിലി ലിവിങ്ങിന്റെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് ഇനി നമ്മൾ ഈ വീടിന്റെ അതിമനോഹരവും ഗംഭീരവുമായിട്ടുള്ള കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് കയറാൻ പോവുകയാണ്. കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് കയറുന്നതിന് മുൻപ് ഇതുണ്ട്, ഡൈനിങ് ഹാളിൽ ഒരു നല്ലൊരു കബോർഡ് വർക്കുകൾ, ഒരു കോക്കറി ഷെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ. അതുപോലെ തന്നെ നമുക്കിവിടെ ഡൈനിങ് സ്പേസിനോട് സമീപത്ത് തന്നെ നമ്മുടെ വാഷ് കൗണ്ടർ. എത്ര മനോഹരമായ വാഷ് കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടാൽ നമുക്ക് മതി വരില്ല. അത്രയും മനോഹരമായ വാഷ് കൗണ്ടറാണ് ഇവിടെ ചെയ്തിരിക്കുക. വീണ്ടും നമ്മൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഒരു മോഡുലാർ കിച്ചണായിട്ട് ചെയ്തിരിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു കിച്ചൺ. ഒന്നും പറയാനില്ല, അത്ര മനോഹരമായിട്ടുള്ള കിച്ചണാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതുപോലെ വർഷങ്ങളായിട്ട് ബിൽഡിങ് ചെയ്ത് പാരമ്പര്യമുള്ള ആ ഒരു ഇവിടെ നമുക്ക് നമ്മുടെ മൈക്രോവന് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കുവാനായിട്ടുള്ള സ്പേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ കിച്ചന്റെ ദൃശ്യങ്ങൾ മുഴുവൻ കാണാൻ പോവുകയാണ്. ഇലക്ട്രിക് ചിമ്മിനിയ സ്റ്റവ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗവിനുള്ള പോയിന്റ് വെട്ടി ഇറക്കി ഇട്ടിട്ടുണ്ട്. അത് ഉടനെ തന്നെ വയ്ക്കുന്നതുമാണ്. ഇവിടെ നമുക്ക് നേരെ വർക്ക് ഏരിയയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഗംഭീരമായൊരു വർക്ക് ഏരിയ. ഇവിടെയാണ് ഡിഷ് വാഷ് വെക്കാനായിട്ടുള്ള പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുക. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് വന്നിട്ടുണ്ട്. ഇവിടെയും കബോർഡ് വർക്കുകളുണ്ട്. കിണർ വെള്ളം ലഭ്യതയുള്ളതും ഒരിക്കലും വെള്ളം പറ്റാത്ത മേഖലയും അതുപോലെ തന്നെ വെള്ളം കയറാത്ത മേഖലയുമാണ് ഇവിടെ. ഇതാണ് സ്റ്റോർ റൂം. പലചരക്ക് സാധനങ്ങൾ പോലെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കിപ്പറക്കി വെച്ച് ഇതങ്ങ് അടച്ചിട്ട് കഴിഞ്ഞാൽ എലിയോ പാറ്റായോ ഒന്നും കയറുകയില്ല. അത്രയും നല്ല മനോഹരമായ ഒരു സ്റ്റോർ റൂമാണ്. വീണ്ടും മനോഹരമായ കിച്ചന്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത്. കാരണം അതിമനോഹരമായ വീടാണ്. ഈ വീട് മിസ് ചെയ്യരുത്. മീനച്ചിൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ. ഞങ്ങൾ ഏത് സമയത്തും നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് വരുന്നതാണ്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും വീഡിയോകൾ ഒക്കെ എല്ലാം ലൈക്ക് അടിക്കുവാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.